എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സോയാ സോസ്. സോയാ സോസിനുള്ള ചേരുവകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. സോയാ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഷുഗർ, അതായത് 60 ഗ്രാം ഷുഗർ. ഇത് അനദർ 1 ടേബിൾ സ്പൂൺ ഷുഗർ. അതെന്തിനാണെന്ന് ഞാനിത് പാചകം ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് 1 ടീസ്പൂൺ ഉപ്പ്, ഇത് 1.5 ടേബിൾ സ്പൂൺ വിനീഗർ, ഇത് 150 ml വാട്ടർ, ഇത് സോയാ സോസ് ഒഴിച്ചു വെക്കാനായിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഈ 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുന്നു. എല്ലായിടത്തും ഒരുപോലെ നമുക്കൊന്ന് നിരത്തിയിടാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഷുഗറും കൊണ്ട് നമുക്ക് കരാമൽ ഉണ്ടാക്കണം. കരാമൽ സാധാരണ നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന സേമിയയിൽ നമുക്കുണ്ടാക്കണം. നമ്മുടെ ഷുഗർ ഉരുകി തുടങ്ങി. ഇനി നമുക്ക് ഈ തടി സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ നിന്ന് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഈ പരുവാകുമ്പോൾ നമ്മളിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 150 ml വെള്ളം ഒഴിക്കുന്നു. ഈ സ്പൂൺ ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കട്ടെ, കാരണം ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ഷുഗറൊക്കെ ഈ സിറപ്പിലേക്കൊന്ന് അലിഞ്ഞു ചേരട്ടെ. ഒരു 3 മിനിറ്റ് നമ്മളിത് ഇളക്കുന്നു. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഷുഗർ മാറ്റി വെച്ചിരുന്നത് ഇതിലേക്കിടുന്നു. പിന്നെ നമ്മൾ 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കുന്നു. ഇനി നമ്മളിതിലേക്ക് ഉപ്പിടുന്നു. ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വിനീഗർ ഒഴിക്കുന്നു. ഇനി നമ്മളിതൊരു 7 മിനിറ്റ് തിളപ്പിക്കുന്നു. 150 ml വെള്ളം ഒഴിച്ചത് നമുക്കൊരു 100 ml ആക്കണം. അത് ഇതായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ചു വെക്കാം. ഇത് അപ് ടു 2 months നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസും റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം.
സബ്സിക്വൻറ്റ് വീഡിയോസിൽ ഞാനത് കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ സോയാ സോസ് തണുത്തു. നമുക്കത് ഈ ബോട്ടിലിൽ ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ സോയാ സോസ് ഈസ് റെഡി. സോയാ സോസ് നമുക്ക് സോയാബീനും കൊണ്ടും ഉണ്ടാക്കാം. പക്ഷേ അതൊരു ലോങ് പ്രോസസ്സാണ്. സോയാബീൻ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് മുളപ്പിച്ചെടുത്ത് നമുക്ക് സോയാബീൻ സോസ് ഉണ്ടാക്കാം. ഇത് ഷോർട്ട് കട്ട്. പക്ഷേ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.